നമസ്കാരം, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്നലെ ഏഷ്യൻ പെയിൻ്റ് ആയിരുന്നെങ്കിൽ ഇന്ന് ബ്രിട്ടാനിയ. കാൻഡിഡേറ്റിന് മാത്രമാണ് മാറ്റമുള്ളൂ. ഇന്ത്യൻ മാർക്കറ്റ് ഓരോ ദിവസവും ഒരു പുതിയ കാൻഡിഡേറ്റ് കാരണം ഇടിവ് രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഇടിവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ബ്രിട്ടാനിയ 8% ഇടിഞ്ഞതുകൊണ്ട് FMCG സെക്ടർ ഇടിവ് രേഖപ്പെടുത്തിയത് മാത്രമല്ല, മറിച്ച് നിഫ്റ്റി ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലോ ഈ മാസം തന്നെ 3 തവണ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ കാണാം. നവംബർ 4-ാം തീയതിയും 6-ാം തീയതിയും ഇന്നും ഒരേ ലെവൽ 23,883 എന്ന് പറയുന്ന ലോ ഏകദേശം ഒരു 3 തവണ ഒരേ മാസം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. അത് വളരെയധികം ഭീതി ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പിന്നീടുള്ള സപ്പോർട്ടുകളെല്ലാം തന്നെ വളരെ അകലെയാണ്. ഇന്ന് ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് ഇടിഞ്ഞു എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കുന്നത്, കാരണം വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ 5 മന്ത് ഹൈ ആണ്. പക്ഷേ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ കാരണം മാർക്കറ്റ് ഇടിവൊന്നും രേഖപ്പെടുത്താറുണ്ടായിരുന്നില്ല. അതിനു മുമ്പുള്ള ഇൻഫ്ലേഷൻ ഡേറ്റസ് എല്ലാം തന്നെ ഇതൊരു നോൺ ഈവൻ്റൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. US ഇൻഫ്ലേഷൻ കാരണം ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഹൈ ആയത് കാരണം ഇടിവ് പതിവില്ല. അപ്പോൾ പതിവില്ലാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. US ഇൻഫ്ലേഷൻ ഡേറ്റ നാളെ വരുന്നുണ്ട്. അതൊക്കെ മാർക്കറ്റിനെ ഇനിയിപ്പോൾ ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാർക്കറ്റ് പോയിരിക്കുകയാണ്. ഇന്ന് ബ്രിട്ടാനിയ, ഭാരത് ഇലക്ട്രോണിക്സ്, NTPC, HDFC, ഏഷ്യൻ പെയിൻറ്റ് ഇടിഞ്ഞു. ഈ HDFC ബാങ്ക് ഇടിഞ്ഞത് കാരണം ഇന്ന് ഫിൻനിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. ഏഷ്യൻ പെയിൻറ്റ് ഇന്നും ഇടിവ് രേഖപ്പെടുത്താൻ മറന്നിട്ടില്ല. ഇന്ന് ട്രെൻഡ്, ഇൻഫോസിസ്, സൺഫാർമ, HCL ടെക്, റിലയൻസ് തുടങ്ങിയ കമ്പനീസ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഏകദേശം 20% കറക്റ്റ് ചെയ്ത റിലയൻസ് ഇടിവ് രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളത് കുറച്ച് ആശ്വാസം എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നില്ല, കുറച്ച് പരിഭ്രാന്തി കുറയ്ക്കും എന്നുള്ള വേർഡ് നമുക്ക് ഉപയോഗിക്കാം. കാരണം റിലയൻസ് ഇന്ന് പോസിറ്റീവായിരുന്നു. ഗ്ലോബൽ മാർക്കറ്റിൽ പ്രധാനമായിട്ടും ബിറ്റ്കോയിൻ ട്രംപ് വന്നതുകൊണ്ട് $87,000 per ounce, ബ്രന്റ് ഓയിൽ 72, ഗോൾഡ് വലിയൊരു ഇടിവ് രേഖപ്പെടുത്തി $2,591 per ബാരൽ. ഇന്ത്യ വിക്സ് ഇന്ന് ഭയാനകമായ ഇടിവിൽ സ്പൈക്ക് ചെയ്ത് 3%, 14.7. ഡോ ഫ്യൂച്ചർ മുതൽ ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ റെഡിൽ. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും റെഡിൽ. ഒരു കാര്യം നമുക്കിന്ന് ആശ്വസിക്കാനുള്ള ഭാഗമെന്ന് പറഞ്ഞത്, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് ക്ലോസ് ആയ എല്ലാ ഏഷ്യൻ മാർക്കറ്റും റെഡിലായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന എല്ലാ യൂറോപ്യൻ മാർക്കറ്റും റെഡിലാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും റെഡിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ കൂടിയും ഇന്ത്യൻ മാർക്കറ്റ് അലാമിംഗ് ആയ രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം 24,000 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട് സോൺ വളരെയധികം പാടുപെട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, DISൻ്റെ ശക്തമായിട്ടുള്ള ബൈയിങ് കാരണം. അപ്പോൾ അത് 3 തവണ ഇടിവ് രേഖപ്പെടുത്തുകയും 24,000 താഴെ പോവുകയും ചെയ്യുമ്പോൾ ഈ 24,000 സസ്റ്റെയിൻ ചെയ്യട്ടെ, അല്ലെങ്കിൽ 24,500 സസ്റ്റെയിൻ ചെയ്യട്ടെ, എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ള പെർസ്പെക്റ്റീവിൽ ആളുകൾ ഇരിക്കുകയാണെങ്കിൽ അതൊരു വീക്കായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് മാറും. 24,000 ഇനി മറികടക്കുക എന്ന് പറയുന്നത് നല്ലൊരു ബൈയിങ് പ്രഷർ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതിന് ഇനിയിപ്പോൾ FIs ആശാന്മാർ വിചാരിക്കണം. FIs ബൈയിങ് മോഡിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യണം മാർക്കറ്റ് മുന്നോട്ട് പോകണമെങ്കിൽ. അത് കഴിഞ്ഞ ദിവസം ഒരാൾ കമൻറ്റ് ചെയ്ത പോലെ അത് വളരെയധികം യാഥാർത്ഥ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരുമ്പോൾ GPT ഇൻഫ്ര കമ്പനി നെറ്റ് പ്രോഫിറ്റ് 13 നിന്ന് 17 ഉയർന്നു. മിൻഡ കോർപ്പ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 25% ഉയർന്നു. നൈക്ക നെറ്റ് പ്രോഫിറ്റ് 71% ഉയർന്നു. ഇൻവെസ്റ്റ് വിൻഡ് ഇവർ 87 മെഗാവാട്ടിൻ്റെ ഒരു ഓർഡർ കിട്ടി. ഹ്യുണ്ടായി മോട്ടോഴ്സ് നെറ്റ് പ്രോഫിറ്റ് 16% ഇടിഞ്ഞു. BSF ഇന്ത്യ അവരുടെ നെറ്റ് പ്രോഫിറ്റ് 14% ഇടിഞ്ഞു. നാറ്റ്കോ ഫാർമ നെറ്റ് പ്രോഫിറ്റ് 53% റാലി രേഖപ്പെടുത്തി. ഓറഞ്ച് അരോമാറ്റിക് കമ്പനി പെർഫ്യൂം കമ്പനിയാണ്, 2 കോടി രൂപയിൽ നിന്ന് 14 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ഗ്ലോബൽ സ്പിരിറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 88% ഇടിഞ്ഞു. ഒരു സ്പിരിറ്റ് കമ്പനിയൊക്കെ ആദ്യമായിട്ടാണ് ഇത്ര പ്രോഫിറ്റ് ഇടിയുന്നത്. മെഡ് പ്ലസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 14 നിന്ന് 38 ഉയർന്നു. BHL കമ്പനിക്ക് ഒരു ഓർഡർ കിട്ടി NBTCയുടെ ഭാഗത്തു നിന്ന്. ബാർബക്യൂ നേഷൻ കമ്പനി ഹോട്ടൽ ചെയിനാണ്. അവർ കഴിഞ്ഞ തവണ 12 കോടി രൂപ ലോസ്, ഈ തവണ 7 കോടി രൂപ ലോസ് കുറച്ചു. ഗ്രേവ്സ് കോട്ടൺ EV കമ്പനിയാണ്, 190 കോടി രൂപ അവർ ലോസിൽ നിന്ന് 3 കോടി രൂപ പ്രോഫിറ്റിലേക്ക് ഉയർന്നു. PNC ഇൻഫ്ര കമ്പനി 150 കോടി രൂപ ലോസിൽ നിന്ന് 83 കോടി രൂപ പ്രോഫിറ്റിലേക്ക് ഉയർന്നു. ബോഷ് കമ്പനി 990 നിന്ന് നെറ്റ് പ്രോഫിറ്റ് 46% ഇടിഞ്ഞു. എവരുടെ കമ്പനി ബാറ്ററി കമ്പനിയാണ്, 25 കോടി രൂപയിൽ നിന്ന് 29 പ്രോഫിറ്റ് ഉയർത്തി.
REDTEN ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 140 നിന്ന് ഈ തവണ ലോസാണ്, 240 കോടി രൂപ ലോസ്. പെട്ടെന്ന് ന്യൂസ് പറഞ്ഞു പോയിട്ടുണ്ട്. വീഡിയോ രാവിലെയൊക്കെ ലേറ്റ് ആകുന്നുണ്ട്. നമ്മൾ വീഡിയോ കറക്റ്റ് സമയത്താണ് എടുക്കുന്നത്. പക്ഷേ നമ്മുടെ ആ ഒരു വീഡിയോ കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ സമയം ആ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ബഗ് കാരണം കൂടുതലെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ന്യൂസ് മേ ബി രാവിലെയും ഇനിയും ലേറ്റ് ആയേക്കാം. നമ്മളത് ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ഇൻവെസ്റ്റേഴ്സിനും എല്ലാം തന്നെ ഇനിയിപ്പോൾ ഒരു സിനിമയിൽ കാണുന്ന പോലെ തന്നെ ഉറക്കമില്ലാത്ത രാത്രികളാണോ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. കെയർഫുൾ ആകുക. താങ്ക് യു ഓൾ.